എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നാം എഫേസ്യർ ലേഖനത്തെക്കുറിച്ച് ആധികാരികമായി ചിന്തിച്ചു വരികയായിരുന്നല്ലോ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ 4-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ ചിന്തയ്ക്കായി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്തു. ലോകത്തിൻ്റെ ആരംഭത്തിന് മുമ്പേ ഉള്ള ഒരു പദ്ധതിയിലേക്ക് നമ്മെ ദൈവം തിരഞ്ഞെടുത്തുവെന്നും ആ പദ്ധതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ ഈ കാലഘട്ടത്തിൽ അറിയിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട്, ദൈവത്തിൻ്റെ ശരിക്കും ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതിനെക്കുറിച്ചുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡിൽ നിൽക്കണമെന്നുള്ളതിനെക്കുറിച്ചാണ് പൗലൂസ് അവിടെ പ്രതിപാദിക്കുന്നത്. പൗലൂസ് ഇത് പ്രതിപാദിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരുമുണ്ട്. പൗലൂസിനെ പോലെ പിൽക്കാലത്ത് ഈ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുമുണ്ട്. സോ ആ സമയത്ത് ഇത്തരത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ തമ്മിൽ ഏത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് അന്നുണ്ടായിരിക്കണമെന്ന് പൗലൂസ് ആഗ്രഹിച്ചോ അതേ കാര്യം തന്നെ ഇതേ ദൈവ പദ്ധതിക്ക് വേണ്ടി നിലകൊള്ളുന്ന നമുക്കിടയിലും ഉണ്ടാകണമെന്ന് പൗലൂസിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ വാക്യം ഇന്ന് നമ്മുടെ ഇടയിലും വളരെയേറെ പ്രസക്തമാകുന്നത്. സോ ദൈവത്തിൻ്റെ ശരിക്കുമുള്ള രക്ഷാകര പദ്ധതിയിൽ നാം ഭാഗഭാക്കായി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ആ പദ്ധതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഓരോ വ്യക്തികളും തമ്മിൽ ശരിക്കും ഒരു വിനയ മനോഭാവം ഉണ്ടാകണമെന്നാണ് ആദ്യമായി അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് നാം നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന 2 വ്യക്തികൾ തമ്മിൽ അന്യോന്യം വിനയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയദൃഷ്ടിയോടുകൂടെ നോക്കേണ്ടി വരും. പക്ഷെ അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ അദ്ദേഹം നമ്മോട് പ്രബോധിപ്പിക്കുന്നത്, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തികൾ അന്യോന്യം വിനയപ്പെട്ട് തന്നെ നിൽക്കണം എന്നുള്ളതാണ്. കാരണം യേശുവിൻ്റെ ഭാവം നമ്മിലും ഉണ്ടാകുവാനായി അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നുവെന്ന് ചുരുക്കം. രണ്ടാമത്തെ കാര്യം സൗമ്യത ഉണ്ടാകണം എന്നുള്ളതാണ്. യേശു വളരെ സൗമ്യനായിരുന്നു എന്ന് ബൈബിൾ പറയുന്ന അതേ സമയത്ത് തന്നെ ചാട്ടവാർ എടുക്കേണ്ട സ്ഥലത്ത് യേശു ചാട്ടവാർ എടുത്തിരുന്നു. തർക്കിക്കേണ്ട സ്ഥലത്ത് യേശു തർക്കിച്ചിരുന്നു. ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട സ്ഥലത്ത് യേശു ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. സോ സൗമ്യത എന്ന് പറയുന്ന വാക്കിനകത്ത് പഞ്ചഭൂതമടക്കി മൗനമായി നിൽക്കുക, ഒരു വിട്ടി നടക്കുന്നത് പോലെ നടക്കുക എന്നുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബൈബിൾ ഏറ്റവും സൗമ്യനായ ഒരു വ്യക്തിയായിട്ട് മോശയെ പ്രതിപാദിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത കൽപ്പനകളും ഏന്തിക്കൊണ്ട് താഴ്വരയിലേക്ക് വരുന്ന സമയത്ത് ജനങ്ങൾ വിഗ്രഹാരാധന ചെയ്ത് തിമിർത്താടുമ്പോൾ വാളെടുത്ത് 3000-ലധികം ആൾക്കാരെ വെട്ടിക്കൊല്ലിപ്പിക്കാൻ വേണ്ടുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് മോശ തിരിഞ്ഞത് നമുക്ക് കാണുന്നുണ്ട്. സൗമ്യനായ മോശ തന്നെ ശരിക്കും ദൈവിക പദ്ധതിക്കെതിരെ വ്യക്തികൾ തിരിയുന്നത് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നത് വളരെ വളരെ രോഷാകുലനായിട്ടാണ്. സോ സൗമ്യത എന്ന് പറയുന്ന വാക്കിന് ആത്മീയ ഗോളത്തിൽ ഇന്ന് കാണുന്ന അർത്ഥമല്ല ഉള്ളതെന്ന് മോശയുടെയും യേശുവിൻ്റെയും പല രീതികളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിലുള്ള അതേ ഭാവം തന്നെ നമ്മിലും ഉണ്ടാകണമെങ്കിൽ ശരിക്കും അനീതിക്കെതിരെ, ദൈവ പദ്ധതിക്കെതിരെ നിൽക്കുന്ന വ്യക്തികളോട് നമുക്കുണ്ടാകേണ്ട സമീപനം ശരിക്കും എരിവോടുകൂടെ, വിമർശന ബുദ്ധിയോടുകൂടെ ശരിക്കുമുള്ള ദൈവിക ഭാവത്തിൽ നിൽക്കണമെന്നുള്ളതിനെക്കുറിച്ചും അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. പൗലൂസിൻ്റെ ജീവിതത്തിൽ നോക്കിയാലും ഇതുണ്ടായിരുന്നു. തന്നെ എതിർത്ത വ്യക്തികളെടുത്ത്, ഞാൻ റോമ പൗരനാണ്, നിങ്ങൾ എന്ത് റൈറ്റ് കൊണ്ടാണ് എന്നോട് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലൻ ധൈര്യശാലിയായിരുന്നു. സോ അങ്ങനെ ദൈവ പദ്ധതിക്കെതിരെ നിൽക്കുന്ന വ്യക്തികളോട് ശരിക്കും എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണമുള്ളൊരു ഭാവം നമ്മിൽ ഉണ്ടാകണം. അതും സൗമ്യതയുടെ ഒരു ഭാവം തന്നെയാണ്. മറ്റൊന്ന്, ദീർഘക്ഷമയോടുകൂടെ നടക്കണം. ദീർഘക്ഷമ എന്ന് പറയുന്നത് ശരിക്കും ഒരു ദൈവിക ക്വാളിറ്റിയാണ്.
ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും അവൻ ദീർഘക്ഷമയുള്ളവൻ, ക്ഷമയുള്ളവൻ എന്നൊക്കെ ബൈബിളിൻ്റെ പല ഭാഗത്തു നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സോ ദൈവത്തിൻ്റെ ക്ഷമ എന്ന് പറയുന്നത് കണ്ടീഷണൽ അല്ല, അൺകണ്ടീഷണലായിട്ടാണ് ദൈവത്തിൻ്റെ ക്ഷമ പലയിടത്തും നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ നമുക്കെതിരെ വിരൽ ചൂണ്ടുന്ന, ദൈവ പദ്ധതിക്കെതിരെയല്ല, ദൈവ പദ്ധതിയിൽ നിൽക്കുന്ന നമുക്കെതിരെ വിരൽ ചൂണ്ടുന്ന സമയത്ത് അത് ദൈവ പദ്ധതിയിൽ നിൽക്കുന്നവരാകാം, അല്ലാതെ മറ്റുള്ള വ്യക്തികളാകാം. നമ്മോട് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ ശരിക്കും ക്ഷമ കാണിക്കണമെന്നുള്ളതാണ് സത്യം. യേശു ഒരിക്കൽ പത്രോസിൻ്റെ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം പറഞ്ഞത്, 70 വട്ടം ക്ഷമിക്കണം. ദീർഘക്ഷമയുടെ ഒരു പരിവേഷമായിട്ട് നമുക്ക് അതിനെ ചൂണ്ടിക്കാണിക്കാം. സോ സൗമ്യതയും ദീർഘക്ഷമയും തമ്മിൽ പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ദൈവ പദ്ധതിക്കെതിരെ വ്യക്തികൾ പെരുമാറുകയോ സംസാരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ കർക്കശമായി നമ്മൾ പ്രതികരിക്കണം. പക്ഷെ ദൈവ പദ്ധതിയിൽ നിൽക്കുന്ന എനിക്ക് നേരെ ഒരു വ്യക്തി വിരൽ ചൂണ്ടുമ്പോൾ യേശുവിൻ്റെ അതേ ഭാവം, ക്ഷമയുള്ളവനായി, സൗമ്യനായി, ശരിക്കുമുള്ള ആ ഒരു വിനയഭാവത്തോടു കൂടെ തന്നെ നമ്മൾ ആയിരിക്കണമെന്നുള്ളതാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന സത്യം. വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കെടുക്കുമ്പോൾ നമുക്ക് ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് തമ്മിൽ പരസ്പരം പൊറുക്കുവാൻ കഴിയും. എന്നെക്കുറിച്ച് മറ്റൊരു ദൈവപുരുഷൻ അലിഗേഷൻ പറയുമ്പോൾ, വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ കുത്തുവാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ ദുരുപദേശമെന്ന് പറഞ്ഞ് മറ്റൊരു തരത്തിൽ എന്നെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ആ വ്യക്തിയോട് പൊറുക്കാൻ കഴിയണമെങ്കിൽ, ശരിക്കും ക്ഷമിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ നമ്മൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. കാരണം യേശു ഇത് ഒത്തിരി കേട്ടതാണ്. അന്നത്തെ മത നേതാക്കന്മാരിൽ നിന്നും, മതപുരോഹിതന്മാരിൽ നിന്നും, മതത്തിൻ്റെ പ്രമാണിമാരിൽ നിന്നും ഒക്കെ യേശു ഇത് ഒത്തിരി കേട്ടതാണ്. പക്ഷെ നമുക്കറിയാം, യേശു പലപ്പോഴും തൻ്റെ നേരെ വരുന്ന വിമർശനങ്ങൾക്ക്, തൻ്റെ നേരെ വരുന്ന കുറ്റപ്പെടുത്തലുകൾക്ക് പലപ്പോഴും യേശു അവരോട് പുറത്തിരുന്നു. കുരിശിലും തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചതായിട്ട് നാം വായിക്കുന്നു. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. സോ അത്തരത്തിൽ പൊറുക്കുവാൻ തക്കവണ്ണം, യേശുവിനെ കുറ്റപ്പെടുത്തിയ, ഉപദ്രവിച്ച വ്യക്തികളോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം യേശുവിനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഇതേ ആറ്റിറ്റ്യൂഡ് നമുക്കുമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ശരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സോ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഞാൻ കോൺഫ്ലിക്റ്റ് ആകരുതെന്ന് പറയാൻ കാരണം, പലപ്പോഴും ദൈവ പദ്ധതിക്കെതിരെ ആൾക്കാർ വിമർശനവും എതിർപ്പുകളുമായിട്ട് വരുമ്പോൾ നമ്മൾ മൗനം പാലിക്കുകയും, നമുക്ക് നേരെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് വേണം ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതിയെ ഈ കാലഘട്ടത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. സോ അതിൻ്റെ കൂടെ ചേർത്ത് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നത് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പീൻ. സോ ആത്മാവിൻ്റെ ഐക്യത നമ്മൾ എഫേസ്യ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ ചിന്തിച്ചു. ദൈവത്തിൻ്റെ ശരിക്കുമുള്ള പദ്ധതിയിലേക്ക് നമ്മൾ കയറി നിൽക്കുമ്പോൾ, ശരിക്കും അനാദികാലം മുമ്പേ, ലോകത്തിൻ്റെ സ്ഥാപനത്തിന് മുമ്പേ ആ ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ കർത്താവ് തിരഞ്ഞെടുത്ത് നമ്മളെ ആ പദ്ധതിയിലേക്ക് നിർത്തുമ്പോൾ അതിനുള്ള ക്വാളിഫിക്കേഷനായിട്ട്, അതിനുള്ള ശരിക്കുമുള്ള ഒരു ഉൾക്കരുത്തായിട്ട് ശരിക്കും നമ്മിലേക്ക് ആ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ കർത്താവ് നിറച്ചിരിക്കുന്നത്. സോ ദൈവിക പദ്ധതിയിൽ ദൈവത്തിൻ്റെ ശരിക്കുമുള്ള വാഗ്ദത്ത ശുശ്രൂഷയിൽ നിൽക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വസിക്കുന്ന, പ്രവർത്തിക്കുന്ന, മുന്നോട്ട് പോകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് അടുത്ത് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത് ആ ലഭിച്ചിരിക്കുന്ന, പകർന്നിരിക്കുന്ന, ഉള്ളിൽ വ്യാപരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത ശരിക്കും പരസ്പരം നമുക്ക് കാക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. വിശുദ്ധന്മാർ ഒരുമിച്ചുള്ള സഹവാസം, വിശുദ്ധന്മാർ ഒരുമിച്ചുള്ള സംസർഗം, വിശുദ്ധന്മാരുടെ ശരിക്കുമുള്ള ഐക്യത, ഇതിൽ നിന്ന് വേണം പ്രവർത്തിക്കാനെന്നാണ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. കാരണം അന്ന് അപ്പോസ്തലൻ ഇത് എഴുതുന്ന സമയത്ത് ശരിക്കും പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലനും യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർക്ക് തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൗലോസിൻ്റെ ഒരുപാട് ടീച്ചിങ്ങിനെ, ഉപദേശത്തെ അവർ വിമർശിച്ചിരുന്നു. അവരുടെ പ്രവർത്തനത്തെ, അവരുടെ ഉപദേശങ്ങളെ പൗലോസ് വിമർശിച്ചിരുന്നു.
ശരിക്കും ആശയങ്ങളുടെ വിമർശനം നല്ലതാണ്, പക്ഷേ ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ നിൽക്കുന്ന പ്രശ്നങ്ങൾ നല്ലതല്ല. സോ എന്തിനാണോ എന്നെ നിർത്തിയിരിക്കുന്നത് ആ പർപ്പസിൽ ഐക്യത ഉണ്ടാകണം. ആശയങ്ങൾക്ക് വിമർശനങ്ങളാകാം, വിശ്വാസ പ്രമാണങ്ങൾക്ക് വിമർശനങ്ങളാകാം, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നിർത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിനകത്ത് ഉദ്ദേശശുദ്ധിയിൽ സ്പ്ലിറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ദൈവം നൽകിയിരിക്കുന്ന ശരിക്കുമുള്ള പദ്ധതി വിജയിക്കത്തില്ല. സോ അതുകൊണ്ട് ഐക്യത എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മുമ്പോട്ട് പോകുവാൻ ആവശ്യമായിട്ടുള്ള ഐക്യത നമ്മൾ പരസ്പരമുണ്ടെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നമ്മിലൂടെ റിവീലാകുകയുമുള്ളൂ, അത് ജനങ്ങളിലേക്ക് അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥത്തിൽ എത്തിച്ചേരത്തുമുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിൽക്കുന്നവർ തമ്മിലുള്ള ഐക്യത ഇല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കൊരിക്കലും ദൈവത്തിൻ്റെ പദ്ധതി അതുപോലെ അതിൻ്റെ പ്യൂരിറ്റിയിൽ സ്വീകരിക്കുവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ ഐക്യത ശരിക്കും സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ മിനിസ്ട്രിയെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്താകട്ടെ തിരുവനന്തപുരം പട്ടണത്തിനകത്താകട്ടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിൽക്കുന്ന മിനിസ്ട്രിയിൽ നിൽക്കുന്ന വ്യക്തികൾ തമ്മിൽ ഈ ഒരു ആത്മാവിൻ്റെ ഐക്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ മിനിസ്ട്രിയിൽ അടുത്ത കാൽച്ചുവട് വെക്കുന്നതിന് മുന്നേ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു നിരപ്പിൻ്റെ അനുഭവമാണ് ആത്മാവിൻ്റെ ഐക്യത ഉണ്ടാകുക എന്നുള്ളത്. അത് സമാധാന ബന്ധത്തിൽ തന്നെ ആകുകയും വേണം. ഈ പ്ലാറ്റ്ഫോം ഇല്ലാതെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുവാൻ മുമ്പോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഒരു കളങ്കമാകുമെന്നുള്ളത് കൊണ്ടാണ് അപ്പോസ്തലൻ ഇത് വളരെ തീഷ്ണതയോടുകൂടെ എഴുതുന്നത്. പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ തമ്മിൽ ഐക്യത ഇല്ല എങ്കിൽ, സ്നേഹബന്ധമില്ല എങ്കിൽ, ക്ഷമാശീലമില്ല എങ്കിൽ, അനുകമ്പ ഇല്ല എങ്കിൽ, ദീർഘക്ഷമ ഇല്ല എങ്കിൽ നാം പറയുന്ന സുവിശേഷത്തിന് മൂല്യമുണ്ടാകുകയില്ല, വിലയുണ്ടാകുകയില്ല, ജനങ്ങൾക്കത് സ്വീകരിക്കുവാനായിട്ട് പറ്റത്തുമില്ല. സോ നമ്മുടെ ശരിക്കുമുള്ള ഐക്യതയും നമ്മുടെ മനോഭാവവും ക്രിസ്തുവിൻ്റെ ഭാവവും കണ്ടിട്ട് വേണം ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് പുറത്തുള്ളൊരു വ്യക്തി ആകൃഷ്ടനാകുവാൻ. അതായിരിക്കണം ഈ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പിന്നിലുള്ള ചേതോവിഹാരം. ഇത് വളരെ സീരിയസ് ആയിട്ട് അപ്പോസ്തലൻ എഴുതുന്നതിന് കാരണം ഇത് തന്നെയാണ്. നമ്മുടെ പ്രവൃത്തി ശരിയല്ലെങ്കിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ, നമ്മുടെ മനോഭാവം ശരിയല്ലെങ്കിൽ ഒരിക്കലും പുറമേയുള്ള ഒരു ജനത്തിന് ദൈവത്തിൻ്റെ പ്യൂരിറ്റിയുള്ള പദ്ധതിയിലേക്ക് കണക്റ്റഡ് ആകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്.